അധ്യായം 34. എലീഹു പിന്നെയും പറഞ്ഞതെന്തെന്നാൽ, ജ്ഞാനികളെ, എന്റെ വചനം കേൾപ്പിൻ, വിദ്വാൻമാരെ, എനിക്ക് ചെവി തരുവിൻ. അണ്ണാക്ക് ആഹാരത്തെ രുചി നോക്കുന്നു, ചെവിയോ വചനങ്ങളെ ശോധന ചെയ്യുന്നു. ന്യായമായുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം, നന്മയായുള്ളത് നമുക്ക് തന്നെ ആലോചിച്ചറിയാം. ഞാൻ നീതിമാൻ, ദൈവം എന്റെ ന്യായം തള്ളിക്കളഞ്ഞു. എന്റെ ന്യായത്തിനെതിരെ ഞാൻ ഭോഷ്ക് പറയണമോ? ലംഘനമില്ലാഞ്ഞിട്ടും എന്റെ മുറിവ് പൊറുക്കുന്നില്ല എന്നിങ്ങനെ ഇയ്യോബ് പറഞ്ഞുവല്ലോ. ഇയ്യോബിനെ പോലെ ഒരാളുണ്ടോ? അവൻ പരിഹാസത്തെ വെള്ളം പോലെ കുടിക്കുന്നു. അവൻ ദുഷ്പ്രവൃത്തിക്കാരോട് കൂട്ടുകൂടുന്നു, ദുർജനങ്ങളോടുകൂടെ സഞ്ചരിക്കുന്നു. ദൈവത്തോട് രഞ്ജനയായിരിക്കുന്നതുകൊണ്ട് മനുഷ്യന് പ്രയോജനമില്ലെന്ന് അവൻ പറഞ്ഞു. അതുകൊണ്ട് വിവേകികളെ കേട്ടുകൊള്ളുവിൻ. ദൈവം ദുഷ്ടതയോ സർവശക്തൻ നീതികേടോ ഒരിക്കലും ചെയ്യുകയില്ല. അവൻ മനുഷ്യന് അവന്റെ പ്രവൃത്തിക്ക് പകരം ചെയ്യും. ഓരോരുത്തന് അവനവന്റെ നടപ്പിന് തക്കവണ്ണം കൊടുക്കും. ദൈവം ദുഷ്ടത പ്രവർത്തിക്കുകയില്ല, നിശ്ചയം. സർവശക്തൻ ന്യായം മറിച്ചുകളയുകയുമില്ല. ഭൂമിയെ അവങ്കൽ ഭരമേൽപ്പിച്ചതാർ? ഭൂമണ്ഡലമാകെ സ്ഥാപിച്ചതാർ? അവൻ തന്റെ കാര്യത്തിൽ മാത്രം ദൃഷ്ടിവെച്ചെങ്കിൽ, തന്റെ ആത്മാവിനെയും ശ്വാസത്തെയും മടക്കിയെടുത്തെങ്കിൽ, സകല ജഡവും ഒരുപോലെ കഴിഞ്ഞുപോകും. മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങിച്ചേരും. നിനക്ക് വിവേകമുണ്ടെങ്കിൽ ഇത് കേട്ടുകൊള്ളുക, എന്റെ വചനങ്ങളെ ശ്രദ്ധിച്ചുകൊള്ളുക. ന്യായത്തെ പഹിക്കുന്നവൻ ഭരിക്കുമോ? നീതിമാനും ബലവാനുമായവനെ നീ കുറ്റം വിധിക്കുമോ? രാജാവിനോട് നീ വഷളനെന്നും പ്രഭുക്കന്മാരോട് നിങ്ങൾ ദുഷ്ടന്മാരെന്നും പറയുമോ? അവൻ പ്രഭുക്കന്മാരുടെ പക്ഷം എടുക്കുന്നില്ല, ദരിദ്രനേക്കാൾ ധനവാനെ ആദരിക്കുന്നതുമില്ല. അവരെല്ലാവരും തൃക്കൈയുടെ പ്രവൃത്തിയല്ലോ. പെട്ടെന്ന് അർദ്ധരാത്രിയിൽ തന്നെ അവർ മരിക്കുന്നു. ജനം കുലുങ്ങി ഒഴിഞ്ഞു പോകുന്നു. കൈ തൊടാതെ ബലശാലികൾ നീങ്ങിപ്പോകുന്നു. അവന്റെ ദൃഷ്ടി മനുഷ്യന്റെ വഴികളിന്മേലിരിക്കുന്നു. അവന്റെ നടപ്പൊക്കെയും അവൻ കാണുന്നു. ദുഷ്പ്രവൃത്തിക്കാർക്ക് ഒളിച്ചുകൊള്ളേണ്ടതിന് അവിടെ ഇരുട്ടുമില്ല, അന്ധതമസുമില്ല. മനുഷ്യൻ ദൈവസന്നിധിയിൽ ന്യായവിസ്താരത്തിന് ചെല്ലേണ്ടതിന് അവനിൽ അധികം ദൃഷ്ടിവെപ്പാൻ ആവശ്യമില്ല. വിചാരണ ചെയ്യാതെ അവൻ ബലശാലികളെ തകർത്തു കളയുന്നു. അവർക്ക് പകരം വേറെ ആളുകളെ നിയമിക്കുന്നു. അങ്ങനെ അവൻ അവരുടെ പ്രവൃത്തികളെ അറിയുന്നു. രാത്രിയിൽ അവരെ മറിച്ചു കളഞ്ഞിട്ട് അവർ തകർന്നു പോകുന്നു. കാണികൾ കൂടുന്ന സ്ഥലത്തുവച്ച് അവനവരെ ദുഷ്ടന്മാരെ പോലെ ശിക്ഷിക്കുന്നു. അവർ എളിയവരുടെ നിലവിളി അവന്റെ അടുക്കലെത്തുവാനും പീഡിതന്മാരുടെ നിലവിളി അവൻ കേൾപ്പാൻ തക്കവണ്ണം അവനെ ഉപേക്ഷിച്ച് പിന്മാറിക്കളയുകയും അവന്റെ വഴികളെ ഗണ്യമാക്കാതിരിക്കുകയും ചെയ്തുവല്ലോ. വഷളനായ മനുഷ്യൻ വാഴാതിരിക്കേണ്ടതിനും ജനത്തെ കുടുക്കുവാൻ ആരുമില്ലാതിരിക്കേണ്ടതിനും അവൻ സ്വസ്ഥത നൽകിയാൽ ആർ കുറ്റം വിധിക്കും? ഒരു ജാതിക്കായാലും ഒരാൾക്കായാലും അവൻ മുഖം മറച്ചു കളഞ്ഞാൽ ആർ അവനെ കാണും? ഞാൻ ശിക്ഷ സഹിച്ചു, ഞാൻ ഇനി കുറ്റം ചെയ്യുകയില്ല. ഞാൻ കാണാത്തതെന്നെ പഠിപ്പിക്കണമേ. ഞാൻ അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ചെയ്യുകയില്ല എന്ന് ആരെങ്കിലും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടോ? നീ മുഷിഞ്ഞതുകൊണ്ട് അവൻ നിന്റെ ഇഷ്ടം പോലെ പകരം ചെയ്യണമോ? ഞാനല്ല, നീ തന്നെ തിരഞ്ഞെടുക്കേണ്ടതല്ലോ. ആകയാൽ നീ അറിയുന്നത് പ്രസ്താവിച്ചുകൊള്ളുക. ഇയ്യോബ് അറിവില്ലാതെ സംസാരിക്കുന്നു, അവന്റെ വാക്കുകളിലും ജ്ഞാനമില്ല എന്ന് വിവേകമുള്ള പുരുഷന്മാരും എന്റെ വാക്കു കേൾക്കുന്ന ഏതു ജ്ഞാനിയും എന്നോട് പറയും. ഇയ്യോബ് ദുഷ്ടന്മാരെ പോലെ പ്രതിവാദിക്കൊണ്ട് അവനെ ആദിയോടന്തം പരിശോധിച്ചാൽ കൊള്ളാം. അവൻ തന്റെ പാപത്തോട് ദ്രോഹം ചേർക്കുന്നു. അവൻ നമ്മുടെ മധ്യേ കൈ കൊട്ടുന്നു, ദൈവത്തിന് വിരോധമായി വാക്കു വർദ്ധിപ്പിക്കുന്നു.